ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ട്രിപ്പിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മളൊരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് തൊട്ടടുത്താണ്. ഹരിശങ്കർ എന്നാണ് പേര്. അപ്പം പുള്ളിയുടെ വീടും ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഭംഗിയുള്ള സ്ഥലത്തും ഒന്ന് പോയി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് ശരിക്കും കോട്ടയം ജില്ലയിൽ വടവാതൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. വടവാതൂർ മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ പോകണം. നമുക്ക് ഈ ഭംഗിയുള്ള സ്ഥലത്ത് എത്തിച്ചേരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് പോള എന്ന് പറയുന്നത്. നമ്മുടെ കായലിലൊക്കെ വന്ന് നിറയുന്ന ഒരു സാധനമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കനാലുണ്ട്. ഈ മഴ കഴിഞ്ഞ സമയത്ത് മാത്രമേ നമുക്ക് ഇത്ര അധികം വെള്ളം ഇവിടെ ഉണ്ടാവാറുള്ളൂ. അല്ലാത്തപ്പോൾ ചെറിയൊരു ചതുപ്പ് കണ്ടം പോലെയാണ് ഈ ഒരു ഭാഗം കിടക്കുക. ഈ ഒരു സമയത്ത് നിറച്ച് മീനുണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ആ ഒരു ഏരിയ. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. എങ്കിലും കോവിഡിൻ്റെ ഒരു പ്രശ്നം മൂലം അവരുടെ ആളുകൾ കുറവാണെന്നാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. എല്ലാവരും മാസ്കും അതുപോലെ ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് അവിടെ വരുന്നതും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. കണ്ടോ, ആ ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് വലയായിട്ട് നിൽക്കുകയാണ്. മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സേഫായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ മീൻ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ വരും. അപ്പം അതിൻ്റെ ആ ഒരു തക്കം നോക്കി നിൽക്കുകയാണ് ചേട്ടൻ. ആ ഒരു സമയം ആവുമ്പോൾ വല എറിഞ്ഞിട്ട് മീനുകളെ പിടിക്കുകയാണ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് നിന്ന് ഒരു വല എറിയുന്നത് കാണാൻ. അതുകൊണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണാനായിട്ട്. അതുപോലെ തന്നെ അവരിത് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകൾ കാണാനായിട്ട്. അപ്പോൾ ആ ചേട്ടന് വല എറിഞ്ഞിട്ട് ഒരു 7-8 മീനെ കിട്ടിയിട്ടോ. കണ്ടോ, നല്ല അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ മീനിൻ്റെ പേര് പറഞ്ഞത് പുല്ലൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്നാണ് ഈ മീൻ പറയുന്നത്. നിറച്ച് മുള്ളുണ്ട്. അതുകൊണ്ട് കറി വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വറക്കാനായിട്ടാണ്. കണ്ടോ, വടക്കകത്തുനിന്ന് ചാടിപ്പോയിട്ട് കിടന്ന് പിടയ്ക്കുകയാണ്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള മീനുകളാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും അവർ കൊട്ടയ്ക്കകത്തിട്ടപ്പോഴത്തേക്ക് എൻ്റെ ഇച്ചായൻ വന്നിട്ട് അവരോട് വിലയൊക്കെ ചോദിച്ചു. അപ്പം വിലയൊക്കെ സെറ്റ് ചെയ്ത് പുള്ളി എന്തായാലും മീനൊക്കെ കയ്യിൽ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഒക്കെ അരച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടെ വലയിടുന്നത് കണ്ടാലോ. അപ്പോൾ രണ്ടാമത്തെ വലയും അവരെ എടുത്തു. അതിനകത്തും അത്യാവശ്യം ഒരു 4-5 മീനുണ്ട്, സെയിം സൈസിലുള്ളത്. കൂടുതലൊരു കുഞ്ഞു മീനും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അവരെടുക്കുന്നില്ല കേട്ടോ. അത് വേറൊരു ബക്കറ്റിൽ മാറ്റിയിട്ടേക്കുവാണ്. പിന്നെ കോല എന്ന് പറഞ്ഞൊരു വേറൊരു ടൈപ്പ് ഫിഷും ഉണ്ടായിരുന്നു. കുറച്ച് മാറി ഒരു വള്ളത്തിൽ 2 പേര് ഇങ്ങനെ വല ഇട്ട് പോണ കണ്ടു. ഒരാളിങ്ങനെ വള്ളം തുഴയുകയും അടുത്തയാൾ വലയിട്ട് പോവുകയും ചെയ്യുകയാണ്. അവർ രാത്രിയിൽ ഒരു സന്ധ്യയൊക്കെ ആയി. അപ്പം രാത്രിയിൽ ഈ വലയെല്ലാം ഇട്ട് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആ വല എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നീണ്ട ഒരു വലയാണ് ഇട്ട് പോകുന്നത്. ഒരു കുറച്ച് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിപ്പമുണ്ട്. കോവിഡിൻ്റെ ഒരു പ്രോബ്ലംസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ സ്നാക്സിൻ്റെ ഒരു ചെറിയ ഷോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ വിസിറ്റേഴ്സ് അത്യാവശ്യം വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ കാരണം അതെല്ലാം സ്റ്റോപ്പായിരിക്കുകയാണ്. അത് അത്യാവശ്യം നാട്ടുകാർ മാത്രമാണ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഫിഷിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നല്ല ക്ലീനാക്കി എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് വറുത്തടിക്കാം. അപ്പം നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ മീനെല്ലാം നമ്മുടെ ചട്ടിക്കകത്തൊന്ന് ഇട്ട് വെച്ചു. ഇനി നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പം നമ്മളത് ക്ലീനാക്കി എടുത്തു. ഇനി വരഞ്ഞു കൊടുക്കണം. ആ ഒരു ഇതിന് നല്ല മുള്ളുണ്ട്. അപ്പം നമ്മൾ ചെരിച്ച് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് പുരട്ടി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു.
അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല, ഇതാണ് ഇതിനുള്ള മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അത് മിക്സ് ചെയ്തിരിക്കുന്നത് നാരങ്ങ നീരിൻ്റെ അകത്താണ്. അപ്പം നമുക്കിതെല്ലാം നന്നായിട്ട് മീനിൻ്റെ എല്ലാം ഈ ഒരു സ്ലിറ്റിലേക്കും അതുപോലെ തലയുടെ ആ ഭാഗത്ത് ആ ഒരു ഗ്യാപ്പിലേക്കും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, അത് നന്നായിട്ട് അതിലേക്ക് പിടിച്ചു വരാനായിട്ട്. ഇപ്പം നമ്മൾ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെച്ചിട്ടൊരു 10 മിനിറ്റായി. അതിൻ്റെ ഒരു തണുപ്പ് മാറുന്ന സമയത്ത് നമുക്ക് ആ ഒരു എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി എന്ന് ഉറപ്പാകിയ ശേഷം നമുക്ക് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായ മീനല്ലേ, സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു മസാലയുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വറക്കുന്ന ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല ആയിട്ട് നമുക്കൊരു മീഡിയം സിമ്മിലിട്ട് നമുക്ക് ആ ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പം എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പം കുറച്ച് നേരം നമ്മുടെ ഫ്ലെയിമിൽ കടന്നിട്ട് നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാമായോ എന്ന്. അടിപൊളിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം കേട്ടോ. ഇപ്പം നമ്മുടെ മീനുകളെല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ സെക്കൻഡ് സൈഡ് നന്നായിട്ട് മൊരിയാനായിട്ട്. ഇപ്പം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെർവ് ചെയ്യാനായിട്ട്. നമുക്കപ്പം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ പ്ലേറ്റ് റെഡി. നമുക്കതിലേക്ക് നമ്മുടെ ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഈ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കോമ്പിനേഷൻ വെക്കത്തില്ലേ, സവാളയും പച്ചമുളകും വിനാഗിരി ഉപ്പും കൂടെ നമ്മൾ നന്നായിട്ട് തിരുമ്മിതാ ഇതുപോലെ ഒരു സലാഡ്. ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ആ ഒരു ഫിഷ് ഫ്രൈയും ആ ഒരു സവാളയുടെ ടേസ്റ്റും ആ വിനാഗിരിയുടെ ഒരു കോമ്പിനേഷനും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ, നമ്മുടെ ഫ്രഷ് നമ്മൾ വലയിൽ നിന്ന് പിടിച്ച് നമ്മൾ നേരിട്ട് പോയി മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളതൊന്ന് ഫിനിഷ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.